യൂട്യൂബുകാർക്കെല്ലാം ചാകര കേട്ടോ, മാധ്യമങ്ങൾക്കും ഭയങ്കര ചാകരയാണ്. നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല. കാരണം അമ്പലത്തിൽ സപ്താഹം നടക്കും. സപ്താഹം നടക്കുമ്പോൾ ഈ മൈക്കിൻ്റെ സൗണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോഴും ആ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഇച്ചിരി സൗണ്ടൊക്കെ ഉയർത്തി നമുക്ക് പറയാനുള്ള വിഷയം പറയാം. അപ്പം മലയാള സിനിമയിലെ നടന്മാരെല്ലാം ആകെപ്പാടെ ഒരു വെപ്രാളത്തിൽ. കാരണം നാളെ ഏത് നടി തന്നെ പറ്റി പറയുമോ, ചെയ്തില്ലെങ്കിലും പറഞ്ഞാൽ മതി അല്ലല്ലേ, തീർന്നു. അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ അവസ്ഥയിലേക്കാണ് ഇപ്പം പോയിരിക്കുന്നത്. ഇപ്പം തുടർച്ചയായിട്ട് സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞു, അതുപോലെ രഞ്ജിത്തിൻ്റെ പേര് പറഞ്ഞു. അവർ രണ്ടുപേരും രാജിവെക്കേണ്ടി വരും. അതുപോലെ മാമുക്കോയ, സുധീഷ്, അങ്ങനെ പല നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുടെയും പേര് പലരും പറയുന്നത് കേട്ടു. ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം പറയുന്നവർക്ക് പറയാം, പക്ഷെ അത് തെളിവുകൾ ഹാജരാക്കണ്ടോ? ഇവരാരും കേസിന് പോകുന്നു. ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഞങ്ങൾ കേസിന് പോകുന്നില്ല എന്നാണ്. അതാണ് പറയുന്നത്. ഇത് മാധ്യമ വിചാരണയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൂട്ടം ആൾക്കാർ, കുറച്ച് ചാനലുകളെല്ലാം കൂടെ എൻ്റെ മുന്നിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 10-12 കൊല്ലമായ ചില കഥകളാണ് ഇപ്പം പറയുന്നത്. ഇപ്പം പറഞ്ഞതാണ് ഇന്ന ആൾ ഇന്ന സമയത്ത് ഇൻ്റെ അടുത്ത് ചെയ്തു. ഇതിന് തെളിവുകളുണ്ടോ? ഇതിന് സാക്ഷികളുണ്ടോ? അറിയില്ല. ആരും കേസിന് പോകാനും തയ്യാറല്ല. അപ്പോൾ ഇന്നത്തെ അവസ്ഥ, നാളെ രാവിലെ എണ്ണിച്ച് 8:40 ആകുമ്പോഴത്തേന് ഇപ്പം അഭിനയിച്ചിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടി ഫോൺ വിളിച്ചിട്ട് മാധ്യമങ്ങളോട് പറയുക, ഇന്ന ആളിനെ പറ്റി, ഒരു സൂപ്പർ സ്റ്റാറിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ആളിനെ പറ്റി എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം കൂടെ വട്ടമിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് ആരാണ് ആ പേര് പറയുന്ന ആൾ പിന്നെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ യൂട്യൂബ് ചാനലുകളായാലും മാധ്യമങ്ങളായാലും അവനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. അതുതന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയേ. ഈ വന്നേക്കുന്ന കേസുകളെല്ലാം 10-15 കൊല്ലമായ കേസുകളൊക്കെയാണ് പലതും പറയുന്നത്. ഇത്രയും നാളും പറയാനില്ലാതെ ഇപ്പോൾ ഒരു സുപ്രധാനമായ നിമിഷത്തിൽ എല്ലാവരും ഇങ്ങോട്ട് എടുത്ത് കേസുകളെല്ലാം എനിക്കെല്ലാം. അപ്പം കാണുന്നവരെ സംബന്ധിച്ച് പറയുന്നത് മലയാള സിനിമയിലെ നടന്മാരെല്ലാം പ്രശ്നക്കാരാണെന്നൊരു തോന്നലിലേക്ക് നയിക്കുന്നുണ്ടെന്നത്. അപ്പോൾ ഇന്നലെ കേട്ട വേറൊരു കഥ ഞാൻ പറയാം. 2013 എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടി പറയും. അന്ന് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറായൊരു നടൻ എന്നെ കയറി പിടിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ അന്നത്തെ അപ്പൂപ്പനായ ഒരു മിമിക്രി താരം എനിക്കെതിരെ അശ്ലീലം പറഞ്ഞു എന്ന് പറയും. അത് പേരും ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ WCCയിലെ ഒരു അംഗം, ഇപ്പോഴത്തെ ഒരു അംഗം, അവർ പ്രതികരിക്കുന്നുണ്ട്. അവരായിരുന്നു ആ പടത്തിന് നായികയെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പം പല കമൻറ്റുകളും കണ്ടു ഞാൻ. ആ പടം ചാർലിയാണെന്ന് പറഞ്ഞു. ദുൽഖർ സൽമാനാണ് ആ സൂപ്പർ സ്റ്റാർ, പാർവതിയാണ് അതിലെ നായികയെന്ന് പറയും. അപ്പം ഞാൻ എടുത്ത് നോക്കി, ഇത് എന്തിനങ്ങനെ പറയുന്നു എന്ന് നോക്കിയപ്പം അത് 2015 നടന്ന സിനിമയാണ്. 2015 ചാർലി ഇറങ്ങി. അപ്പോൾ അതാകാൻ സാധ്യതയില്ല. പക്ഷെ ദുൽഖറും സംശയത്തിൻ്റെ നേരിടുക. പിന്നെ ഒരു കൂട്ടം 2013 പടങ്ങളെല്ലാം ഞാൻ എടുത്തു നോക്കി. ഇപ്പോഴത്തെ ഈ WCCയിലെ നായികമാരായ അംഗങ്ങളായ നായികമാർ അഭിനയിച്ച പടം, റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി, ഇവരൊക്കെ അന്ന് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. WCC ഒന്നും ഇല്ലാത്ത സമയം. അന്ന് ഞാൻ എടുത്തപ്പം ഇന്നത്തെ സൂപ്പർ നടന്മാരായിട്ട് ഇരിക്കുന്ന പലരും അന്ന് അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മോഹൻലാലിനെ മമ്മൂട്ടിയെ മാറ്റി നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. അവർ ആ ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു, ചെറുപ്പക്കാരനായ നടൻ എന്ന് പറയും. അതുകൊണ്ട് മോഹൻലാലിനെ മമ്മൂട്ടിയെ മാറ്റിയിരിക്കാം, ബാക്കിയുള്ളവർ നിരീക്ഷിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ നിരീക്ഷിച്ചപ്പം അന്ന് ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ട്, ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ടൊവിനോ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ വന്നേക്കുന്ന പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഈ താഴെ വന്നേക്കുന്ന കമൻറ്റുകളിലെല്ലാം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ന ആളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ നടന്മാരെല്ലാം സംശയത്തിൻ്റെ നിലനിൽക്കുക.
പിന്നെ ഞാൻ നോക്കി റീമ കല്ലിങ്കൽ, അതുപോലെ രമ്യ നമ്പീശൻ, പാർവതി, ഇവരെല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യം പറയുമ്പോൾ ഒരു നടനെപ്പറ്റി ആ പേരെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ ഈ ആരോപണം ഉന്നയിക്കുന്ന നടികൾ കാണിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാ നടന്മാരും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുപ്പക്കാരായ നടന്മാരെല്ലാം സംശയത്തിൻ്റെ നേരിൽ വന്നു. അതുതന്നെയാണ് കമൻറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ നമുക്ക് ഒന്ന് ഇകഴ്ത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമയിലെ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിമാർക്കോ പണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിമാർക്കോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കാരണം അവരൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഒരു നടനെപ്പറ്റി എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും അവരുടെ പുറകെ പോകും. എനിക്കൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ആരോപണം ഉന്നയിച്ച നടിമാരൊക്കെ 100 സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടാത്ത ഗ്ലാമറാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. കാരണം ചാനലുകളെല്ലാം അവരുടെ പുറകെയാണ്. അവരെന്ത് പറയുന്നു എന്നറിയാനുള്ള താല്പര്യമാണ്. ഞാൻ ഈ നടിമാരെ ഒന്നും തന്നെ സിനിമയിൽ എനിക്ക് പരിചിതമല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പരിചിതമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചപ്പോൾ. എനിക്ക് ആരോപണം എന്ന് പറയുന്ന കാര്യം ഇവർ പറയുന്നതിനൊന്നും തെളിവുകളൊന്നും ഇവർ ഹാജരാക്കുന്നില്ല. ഇവരെല്ലാവരും പേര് ഇപ്പം മാമുക്കോയ ഇങ്ങനെ പറഞ്ഞു, സുധീഷ് ഇങ്ങനെ പറഞ്ഞു, സിദ്ദിഖ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ആരോപണം മാത്രമാണ്. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കേസിന് പോകാൻ തയ്യാറല്ല എന്ന്. അപ്പോൾ കേസിന് പോകാൻ തയ്യാറല്ലാത്ത കാരണങ്ങൾ എന്താരോപണം? ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ത്രീക്കും പുരുഷനും തുല്യ നീതിയാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ പുരുഷന്മാർക്കൊരു നീതി, സ്ത്രീകൾക്കൊരു നീതി എന്നൊന്നും പാടില്ല. തുല്യതയാണ് ഇവിടെ വേണ്ടത്. ഒരു നാണയത്തിൻ്റെ 2 വശം, ജീവിതം എന്ന് പറയുന്ന നാണയത്തിൻ്റെ 2 വശങ്ങളാണ് സ്ത്രീയും പുരുഷനും. അവർ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്, അവിടെ സമൂഹം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പുരുഷന്മാരല്ല, സിനിമയിലുള്ള പുരുഷന്മാരല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇപ്പം നാളെ രാവിലത്തേക്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരെല്ലാം ഉറക്കമുണരുന്നത് ചിലപ്പോൾ തൻ്റെ പേരാണോ പറയുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, അവൻ്റെ അവസ്ഥ തന്നെ തീർന്നു. ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നമെന്നറിയോ, ഇത് സത്യമേത് കള്ളമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നടിമാരെല്ലാം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. ഈ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റാതാവും. ഇപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ, അതുമല്ല കൊല്ലങ്ങൾ, ഇതെല്ലാം തന്നെ വർഷങ്ങളായി 10ഉം 15ഉം കൊല്ലമായ ആരോപണങ്ങളാണ് ഈ പറയുന്നത്. അതൊക്കെ തെളിയിക്കാൻ ഇവർക്ക് കഴിയുമോ എനിക്കറിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സിദ്ദിഖോ മാമുക്കോയെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിയെങ്കിലും വെറുതെ വിടാമായിരുന്നു. കാരണം പുള്ളി മരിച്ചുപോയ വ്യക്തിയാണ്. പുള്ളി ഇനി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പം മരിച്ചപ്പോഴും പുള്ളിയുടെ പേരിന് ഇത്രയും നാൾ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും നാൾ പുള്ളിയുടെ പേരിൻ്റെ ഇമേജ് കളങ്കം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ മരിച്ചപ്പം പുള്ളിക്കൊരു കളങ്കം ഉണ്ടാക്കാൻ ഈ സംഭവം കഴിഞ്ഞു. അപ്പം വ്യക്തികൾക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാം. ഇപ്പം ഞാൻ വേറൊരു ഇതിൻ്റെ മറുവശം പറയാം. നാളെ ഒരു പുരുഷൻ വന്നിട്ട് പറയുക, ഒരു സ്ത്രീ എൻ്റെ കാശുകളും എല്ലാം അടിച്ചു മാറ്റി എന്നെ കുഴിയിലേക്ക് ചാടിച്ചു എന്നൊരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ ഈ TV ചാനലുകളൊന്നും പുറകെ പോകത്തില്ല. കാരണം അതിന് ഗ്ലാമറില്ല, അതിന് മാർക്കറ്റില്ല. ആ അവസ്ഥയിലേക്ക് മാറുക. അപ്പോൾ ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുക. ഇപ്പം ഹേമ കമ്മിറ്റി ഒന്നും ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല. എല്ലാവരും രാവിലെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും നടനെതിരെ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും എതിരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു നടനോട് എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ പകയുണ്ടെങ്കിൽ ഇച്ചിരി കാശ് കൊടുത്ത് ആരെങ്കിലും സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആ നടനെതിരെ ആരോപണം ഉന്നയിക്കാവുന്ന അവസ്ഥയിലേക്ക് പറയുന്നത്. കാരണം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരോപണത്തിൻ്റെ പുറകെ പോകുന്നത്. അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള യാതൊരു സംവിധാനവും എനിക്ക് തോന്നുന്നില്ല. കാണില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നതെല്ലാം. ഇപ്പോഴത്തെ കാര്യത്തെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റും.
ഇപ്പം മാമുക്കോയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അത് മാമുക്കോയ്ക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കാര്യം മാമുക്കോയ മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. പുള്ളിക്കയുടെ കാര്യം പോലും വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കണമായിരുന്നു. അപ്പം പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ സിദ്ദിഖ്, രഞ്ജിത്ത്, ഇവർക്കെല്ലാം ആരോപണം ഉന്നയിച്ചു. ഇതെന്തുമാത്രം ശരിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു മാനനഷ്ട കേസുകളുടെ ഒരു പരമ്പര തന്നെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. നാളെ മിക്കവാറും എല്ലാവരും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചവർക്ക് അത് തെളിയിക്കാൻ കഴിയണം. അത് കഴിയത്തിടത്തോളം കാര്യം എന്താ? അപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് എത്രയോ കൊല്ലങ്ങൾ ഇങ്ങനെ ഇരിക്കും അല്ലേ? എന്നാൽ ഈ ആരോപണം ഉന്നയിച്ച് ആരോപണം നേരിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ പാടാണ്. ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ പറഞ്ഞതെല്ലാം സത്യമാണ് എങ്കിൽ ഇവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല എങ്കിൽ, ഈ പറഞ്ഞേക്കുന്നതൊന്നും ശരിയല്ല എങ്കിൽ ഈ പുരുഷന്മാരായ സിദ്ദിഖും രഞ്ജിത്തും ഒക്കെ ആരോപണത്തിന് നെല്ലും അവരുടെ കരിയറിൽ അവർക്ക് ഉണ്ടായ ഈ കളങ്കമുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല. അപ്പോൾ ആർക്കും എന്തും പറയാൻ പറ്റുന്ന ലെവലിലേക്ക് മലയാള സിനിമയുടെ ചരിത്രം, അല്ലെങ്കിൽ മലയാള സിനിമ മാറി, അല്ലെങ്കിൽ ചാനലുകൾ അത് മാറ്റിയെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കഷ്ടമാണ്. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആരോപണങ്ങളും ഒക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം? ജെന്യുവിനായിട്ട് ഒരാൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതുപോലും ഇല്ല, പുലി വരുന്നേ എന്ന് പറഞ്ഞ് എപ്പോഴും പുലി വന്നുകൊണ്ടിരുന്നാൽ പുലി വന്നു കഴിഞ്ഞാൽ യാതൊരു വിലയും കാണത്തില്ല. ആ അവസ്ഥയിലേക്കാണ് മാറുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യ സമയത്ത് കണ്ട അവസ്ഥയല്ല ഇപ്പം. ജനങ്ങൾക്കൊക്കെ ഒരു തമാശയാണ്. കാരണം അവർക്കറിയാം നാളെ പല നടന്മാർക്കെതിരെ ആരോപണം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു തമാശയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഹേമ കമ്മിറ്റിയുടെ വിഷയം അത് ഗൗരവതരമായൊരു വിഷയമായിരുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം ലൈംഗിക ആരോപണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇവരാരും ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരാരും കേസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും തെളിയിക്കേണ്ട കാര്യം അവർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇവർ ഏതായാലും ഈ ആരോപണം ഉന്നയിച്ച പലരും ഇപ്പം മലയാള സിനിമയിലെ നായികമാർക്കുള്ള പ്രാധാന്യം ഇവർ നേടിയിട്ടുണ്ട്. ഇവരെല്ലാവരും അറിയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ നാളെ ഇനി ഇതുപോലെ വാർത്താ പ്രാധാന്യം നേടാൻ താല്പര്യമുള്ളവരൊക്കെ ഒത്തിരി പേര് വരുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല ഇതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ സത്യമാണെങ്കിൽ, ഇവർ ആരോപിക്കുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കള്ളത്തരമാണെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കേസുകളെല്ലാം പിന്നെ ഇപ്പം രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ആ കേസ് മാറുമോ എനിക്കറിയില്ല. കാരണം അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുമായിരിക്കും അല്ലേ? ഈ ആരോപണം ഉന്നയിച്ചവരാരും കേസ് കൊടുക്കത്തില്ലെന്നാണ് അവർ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് കേട്ടത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ ഏത് പുതിയ നടനാണോ ആരോപണത്തിന് മുൾമുനയിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. നാളെ അന്തിച്ചർച്ചയിൽ ഒരുപക്ഷെ അവരാകാം. ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാം, അതൊക്കെ തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അവർ കുറ്റക്കാരാകുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.